റഫേൽ കരാറിനെ കുറിച്ചുള്ള CAG റിപ്പോർട്ട് ഇന്നോ നാളെയോ പാർലമെന്റിൽ സമർപ്പിക്കും. കരാർ പരിശോധിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്നലെ രാഷ്ട്രപതിക്ക് കൈമാറിയിരുന്നു. ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ, രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു എന്നിവർക്ക് രാഷ്ട്രപതി റിപ്പോർട്ട് നൽകും. പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിനമായ നാളെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതെങ്കിൽ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് പരിശോധിക്കാൻ സമയം ലഭിച്ചേക്കില്ല. അതേസമയം പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകും. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. ഡൽഹി പട്യാല ഹൌസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. ഹർജിയിൽ CBIയോടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും മറുപടി നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് ക്രിസ്റ്റ്യൻ മിഷേലിനെ ഇന്ത്യക്ക് കൈമാറിയത്. ശേഷം 14 ദിവസം വീതം CBIക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും കസ്റ്റഡിയിൽ നൽകിയിരുന്നു. RJD നേതൃത്വം നൽകുന്ന മതേതര സഖ്യവും BJPയും JDUവും അടങ്ങുന്ന NTA തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ് ബീഹാറിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടാകും. മഹാസഖ്യത്തെ വഞ്ചിച്ച് മറുകണ്ഠം ചാടിയ നിതീഷ് കുമാറിന് ജനങ്ങൾ മറുപടി നൽകാൻ കാത്തുനിൽക്കുന്നു. പ്രതിപക്ഷത്തിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് ഇത്തരം ഘടകങ്ങളാണ്. ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ലഭിച്ചില്ലെങ്കിലും ജാതി സമവാക്യങ്ങളുടെ നേരിയ മേൽക്കൈയിലാണ് NTAയുടെ പ്രതീക്ഷ. 2014 40 സീറ്റുകളിൽ 22 സീറ്റുകൾ സ്വന്തമാക്കിയ BJPക്ക് സഖ്യ ചർച്ചകളുടെ വിട്ടുവീഴ്ചയിൽ മാത്രം നഷ്ടമായത് 5 സീറ്റുകളാണ്. രണ്ടായിരത്തി 2014 നിന്നും വ്യത്യസ്തമായി മുന്നണി സമവാക്യങ്ങൾ ഉൾപ്പെടെ ബീഹാർ അടിമുടി മാറിയിരിക്കുന്നു. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ നിതീഷ് കുമാർ ഇന്ന് NDA മുഖ്യമന്ത്രിയാണ്. NDAയുടെ കേന്ദ്രമന്ത്രിയായിരുന്ന ഉപേന്ദ്ര കുശ്വാഹയും പാർട്ടിയുമാകട്ടെ മഹാസഖ്യത്തിനൊപ്പം. 40 സീറ്റുകളുള്ള ബീഹാറിൽ കാര്യങ്ങൾ ഏകപക്ഷീയമല്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ JDU സഖ്യമില്ലാതെ BJPയും LJPയും RLSPയും ചേർന്ന് 31 സീറ്റുകൾ പിടിച്ചപ്പോൾ പ്രതിപക്ഷം 7 സീറ്റുകളിലേക്കും ഒറ്റയ്ക്ക് മത്സരിച്ച JDU 2 സീറ്റുകളിലും ഒതുങ്ങി. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം വീണ്ടും മാറി. നിതീഷ് കുമാർ കൂടി ഭാഗമായ മഹാസഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ തകർത്തു. കൂടുതൽ സീറ്റുകൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം വരെ വിട്ടുവീഴ്ച ചെയ്ത RJDയെയും മറ്റ് സഖ്യകക്ഷികളെയും വഞ്ചിച്ച് നിതീഷ് സൗകര്യപൂർവ്വം മറുകണ്ഠം ചാടി. നിതീഷിന്റെ ഈ കാലുവാരലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ജനങ്ങൾ തക്കതായ മറുപടി നൽകുമെന്ന പ്രതീക്ഷയിലാണ് മതേതര പ്രതിപക്ഷ സഖ്യം. RJD, കോൺഗ്രസ്, RLSP, HAM, വികാസ് പാർട്ടി, ഇടതുപക്ഷ പാർട്ടികൾ തുടങ്ങി 8ഓളം പാർട്ടികൾ ഒരുമിച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരം, ലോക്സഭ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ RJDയുടെ വിജയം, അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന മാറിയ സാഹചര്യത്തിൽ ലാലു പ്രസാദ് യാദവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹതാപം, രാജ്യത്തു തുടരുന്ന കർഷകരോഷം, യാദവ കുശ്വാഹ വിഭാഗങ്ങളെ കൂടാതെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ, ഇങ്ങനെ പോകുന്നു പ്രതിപക്ഷത്തിന് കരുത്തു പകരുന്ന ഘടകങ്ങൾ. എന്നാൽ സഖ്യത്തിന്റെ സീറ്റ് വിഭജനം പോലും ഇപ്പോഴും കീറാമുട്ടിയായി തുടരുന്നു. ജാതിമത സമവാക്യങ്ങളിൽ നേരിയ മേൽക്കൈയുണ്ടെന്ന വിശ്വാസത്തിലാണ് NDA. സാമ്പത്തിക സംവരണം മുന്നാക്ക വോട്ടുകൾ പെട്ടിയിൽ വീഴ്ത്തുമെന്ന് BJP കരുതുന്നു. കുറുമി സമുദായക്കാരനായ നിതീഷ് കുമാറും LJP നേതാവ് രാംവിലാസ് പാസ്വാനും പിന്നാക്ക വോട്ടുകളെ ആകർഷിക്കുമെന്ന് NDA കരുതുന്നു. BJPയും JDUവും 17 സീറ്റുകളിലും LJP 6 സീറ്റുകളിലുമാണ് മത്സരിക്കുക. മാർച്ച് 3 മഹാറാലി നടത്തി മത്സരിക്കുന്ന സീറ്റുകൾ NDA പ്രഖ്യാപിക്കും. സഖ്യ ചർച്ചകളിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് BJPയാണ്. 22 സീറ്റുകളുള്ള BJP സഖ്യം നിലനിർത്താൻ 5 സീറ്റുകൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. നിലവിലെ സാഹചര്യത്തിൽ NDAയുടെ മേൽ പ്രതിപക്ഷ മതേതര സഖ്യത്തിന് നേരിയ മേൽക്കൈയുണ്ടെന്നാണ് വിലയിരുത്തൽ. ശത്രുഘ്നൻ സിൻഹ മതേതര സഖ്യത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമോ? കന്നയ്യകുമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? BJP വിടുകയാണെങ്കിൽ കീർത്തി ആസാദ് കോൺഗ്രസിന് വേണ്ടി പോരിനിറങ്ങുമോ? ബീഹാറിൽ പല ചോദ്യങ്ങളും ഇപ്പോഴും ബാക്കിയാണ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. LDFന്റെ കേരള സംരക്ഷണ യാത്രയുടെ ശീർഷക ഗാനം പ്രകാശനം ചെയ്തു. കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ CD നൽകിയാണ് പ്രകാശിപ്പിച്ചത്. കരിവള്ളൂർ മുരളി രചനയിൽ പ്രതീഷ് നാരായണനും പ്രാർത്ഥനയുമാണ് ആലാപനം. നവോത്ഥാനം, വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം, കേരള വികസനം എന്നീ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് LDFന്റെ കേരള സംരക്ഷണ യാത്രയുടെ ശീർഷക ഗാനം. ചരിത്ര സന്ധിയിൽ ഇതന്ത്യയുദ്ധമായി മതാധിപത്യ ശക്തി തന്നനർച്ച കേൾക്കയായി മുഖാമുഖം അടർക്കളത്തിൽ ഞങ്ങൾ നിൽക്കയായി അതാ ജനാധിപത്യ നെഞ്ചി
തിരുവനന്തപുരത്ത് AKG സെന്ററിൽ നടന്ന ചടങ്ങിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകിയാണ് CD പ്രകാശനം ചെയ്തത്. LDF കൺവീനർ A. വിജയരാഘവനും ചടങ്ങിൽ പങ്കെടുത്തു. കരിവെള്ളൂർ മുരളി രചന നിർവഹിച്ചിരിക്കുന്ന ഗാനത്തിൽ പാടിയിരിക്കുന്നത് രതീഷ് നാരായണനും പ്രാർത്ഥനയുമാണ്. രാഹുൽ B. അശോകിന്റേതാണ് സംഗീതം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആർക്കും തോൽപ്പിക്കാനാകില്ലെന്ന് കരുതിയിരുന്ന ശ്രീകണ്ഠൻ നായരെയും കൃഷ്ണകുമാറിനെയും കൈവിട്ട് കൊല്ലം ലോക്സഭാ മണ്ഡലം ഇക്കുറി UDF-ന് വാട്ടർലൂവാകാൻ സാധ്യത. 2014 ശേഷം നടന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF തകർന്നപ്പോൾ ഇടതുപക്ഷം തങ്ങളുടെ ശക്തി ആവർത്തിച്ച് തെളിയിച്ചു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2015 പഞ്ചായത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ്, 2016 അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഈ 3 തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം ലഭിച്ചിട്ടുള്ള ഒരു മുന്നേറ്റം, ആ വോട്ടുകൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇക്കുറി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുപക്ഷവും അതുപോലെ തന്നെ 2014 തെരഞ്ഞെടുപ്പിലെ വിജയപ്രതീക്ഷ വെച്ചുകൊണ്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. ശ്രീകണ്ഠൻ നായർ മുതൽ പ്രേമചന്ദ്രൻ, P. രാജേന്ദ്രൻ വരെയുള്ള ലോക്സഭാ മണ്ഡലത്തിന്റെ MP-മാരുടെ ചരിത്രത്തിൽ കൂടുതൽ തവണ കൊല്ലം MP-യാക്കി ദില്ലിയിലേക്ക് അയച്ചിട്ടുള്ളത് ഇടത് MP-മാരെ എന്ന ചരിത്രം ആവർത്തിക്കാനാണ് സാധ്യത. കൊല്ലം, ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, ഇരവിപുരം, ചാത്തന്നൂർ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 2014 ശേഷം നടന്ന 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷമാണ് നേടിയത്. RSPയുടെ വഞ്ചനയ്ക്കുള്ള ശിക്ഷയായും UDF-നേറ്റ തിരിച്ചടിയെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. 2014 കൊല്ലം പാർലമെന്റ് സീറ്റിൽ UDF ലീഡ് 37,000 വോട്ടായിരുന്നുവെങ്കിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷം 1,72,000 അതായത് UDF-നേക്കാൾ 1,35,000 വോട്ട് ഇടതുമുന്നണി അധികം നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ 80,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇടതുമുന്നണി കരസ്ഥമാക്കിയത്. തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന 2 വലിയ പാർലമെന്ററിയന്മാർ തോറ്റ മണ്ഡലമാണിത്. ഒന്ന് N. ശ്രീകണ്ഠൻ നായരും ഒന്ന് S. കൃഷ്ണകുമാറും. അതുപോലെ തന്നെ ഇതും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള സിറ്റിംഗ് MP-യുടെ ഒരു വാട്ടർലൂ ആകാനാണ് സാധ്യത. അവരെ ഒരു തുറപ്പിക്കിട്ടായിട്ട് മുമ്പിൽ വയ്ക്കുന്നത് കൊല്ലം ബൈപ്പാസാണ്. കൊല്ലം ബൈപ്പാസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് 40 വർഷങ്ങൾക്കപ്പുറമാണ്. നരേന്ദ്രമോദി ഗുജറാത്ത് രാഷ്ട്രീയത്തിലോ പ്രേമേന്ദ്രൻ നാവായിക്കുളം രാഷ്ട്രീയത്തിലോ ഇല്ല. അന്നാണ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും പുതിയ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനുണ്ടായ വേഗതയും കൊല്ലത്താർക്ക് നന്നായിട്ട് അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി മറ്റ് തെരഞ്ഞെടുപ്പുകളെ താരതമ്യം ചെയ്യരുതെന്ന വാദം അംഗീകരിച്ചാൽ രാഷ്ട്രീയ കാരണങ്ങളും പറയേണ്ടി വരും. എന്തായാലും ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കൊല്ലം മണ്ഡലത്തിൽ RSPയുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടിയായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതേസമയം RSPയുടെ വഞ്ചന തുറന്നു കാട്ടിക്കൊണ്ട് വീണ്ടും അതേ നാണയത്തിന് തിരിച്ചടി നൽകാനുള്ള 2015 2016 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലെ വിജയം അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പുകളിലെ ഇടതു മുന്നേറ്റം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വിജയപ്രതീക്ഷയായിരിക്കും ഇടതുപക്ഷവും മുന്നോട്ട് വെക്കുക. ക്യാമറമാൻ പ്രമോദ് പന്നിയുടനൊപ്പം രാജ്കുമാർ. വർഗീയതയുടെ A ടീമിനെയും B ടീമിനെയും CPIM ഒരുപോലെ എതിർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP-യുമായി സമരസപ്പെട്ടു പോകുന്ന രീതി കോൺഗ്രസ് ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചില വിഷയങ്ങളിൽ CPIM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ടെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ആരോപണം ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. CPIM പറവൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട CPIM-ഉം BJP-യും തമ്മിൽ കേന്ദ്രതലത്തിൽ ധാരണയുണ്ടായിരുന്നുവെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ആരോപണത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇതായിരുന്നു. എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. ഒരേ തൂവൽ പക്ഷികളായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ. അതെന്തിനാണ് ഇപ്പം വിളിച്ചു പറയുന്നത്? ഇനി ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായി എന്തെങ്കിലും വിരോധം ഈ പറഞ്ഞവരോട് ഉണ്ടാവുക എന്നാണെങ്കിൽ അങ്ങനെയെല്ലാം എന്തെല്ലാം വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് മുല്ലപ്പള്ളി. ആ വിവരങ്ങളൊക്കെ ഞങ്ങൾ ആർക്കെങ്കിലും എതിരെയുള്ള വിരോധാക്കിയിട്ട് വെച്ചിട്ടുണ്ടോ? അതൊന്നും ഞങ്ങളെടുത്ത് വീഴുന്ന പരിപ്പല്ല, അത് മനസ്സിലാക്കണം. ചില ഉപാധികൾ അംഗീകരിക്കുകയാണെങ്കിൽ BJP-യെ നേരിടാൻ കേരളത്തിൽ CPIM-ന് കോൺഗ്രസിനൊപ്പം നിൽക്കാമെന്ന മുല്ലപ്പള്ളിയുടെ പ്രസ്താവന അപഹാസ്യമാണ്. ഒപ്പം നിൽക്കാമെന്ന് പറയാൻ കോൺഗ്രസിന് അർഹതയില്ല.
കേരളത്തെ ഈ നിലയിൽ കാത്തുസൂക്ഷിക്കുന്നത് ഇടതുപക്ഷമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയതയുടെ എ ടീമായാലും ബി ടീമായാലും ഞങ്ങൾ രണ്ടിനെയും എതിർക്കും. നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങളുടെ ആ സമരസപ്പെട്ടു പോകുന്ന രീതി ഉപേക്ഷിക്കലാണ്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ നോക്ക്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 2004 വിജയം ആവർത്തിക്കാവുന്ന സാഹചര്യമാണുള്ളതെന്നും CPIM പറവൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. S. ശർമ്മ MLA അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ P. രാജീവ്, CN മോഹനൻ, K. ചന്ദ്രൻപിള്ള, KM സുധാകരൻ, ഗോപി കോട്ടമുറിക്കൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. യുവതീ പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി വിധി പറയാൻ മാറ്റിയ സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ശബരിമലയിൽ പ്രശ്നസാധ്യത നിലനിൽക്കുന്നതായി ബോധപൂർവമായ പ്രശ്നങ്ങൾക്ക് ചിലർ ശ്രമിക്കുമെന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിനാൽ ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെ മാസപൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്ന 17-ാം തീയതി വരെ നിരോധനാജ്ഞ ആവശ്യമാണെന്നും പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ നട തുറന്ന് സാഹചര്യം വിലയിരുത്തിയതിന് ശേഷമാകാം നിരോധനാജ്ഞ എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. യുവതീ പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധന ഹർജികളിൽ സുപ്രീംകോടതി വിധി പറയാൻ മാറ്റിയ സാഹചര്യത്തിലാണ് ഇന്ന് നട തുറക്കുന്നത്. കുംഭമാസ പൂജാ ദിനങ്ങളിൽ നട തുറക്കുമ്പോൾ ദർശനത്തിന് യുവതികൾ എത്തുമെന്ന് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് ഫേസ്ബുക്ക് കൂട്ടായ്മ പ്രഖ്യാപിച്ചിരുന്നു. യുവതികൾ ദർശനത്തിനായി സംരക്ഷണം ആവശ്യപ്പെട്ടാൽ സംരക്ഷണം നൽകുമെന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. തീർത്ഥാടകരെ രാവിലെ മുതൽ തന്നെ പമ്പയിലേക്ക് കടത്തിവിടും. എന്നാൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണമാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. രാത്രി 10:20 പാടി കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തും. കലാപരിപാടികളുടെ ഉദ്ഘാടനം പത്മശ്രീ ഭരത് മമ്മൂട്ടി വൈകിട്ട് നിർവഹിക്കും. ഈ മാസം 20 ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തും. രാത്രി 10:20 പാടി കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തുന്നതോടുകൂടിയാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഇത്തവണത്തെ പൊങ്കാല ഉത്സവത്തിന് തുടക്കമാകുന്നത്. തോറ്റംപാട്ടും ഇതോടൊപ്പം തന്നെ ആരംഭിക്കും. വൈകിട്ട് 6:30 ഉത്സവത്തിന്റെ കലാപരിപാടികൾക്ക് പത്മശ്രീ ഭരത് മമ്മൂട്ടി തുടക്കം കുറിക്കും. തുടർന്നുള്ള 10 നാൾ നഗരത്തിലെങ്ങും മന്ത്രങ്ങളും ദേവീസ്തുതികളും കലാപരിപാടികളുമായിരിക്കും. ഈ മാസം 20 ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല. ഇതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് K. ശിശുപാലൻ നായർ പറഞ്ഞു. പൊങ്കാലയുടെ എല്ലാ പണികളും തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ മുഴുവനാക്കിയിട്ടുണ്ട്. ഏകദേശം ഇത്തവണ 45 ലക്ഷത്തോളം ഭക്തജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനായി ഞങ്ങളുടെ ഗിന്നസ് റെക്കോർഡ് റിവൈസ് ചെയ്യുന്നതിനും ഞങ്ങൾ നടപടികൾ എടുത്തു വരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഗിന്നസ് സംഘം പൊങ്കാലയിലെ സ്ത്രീ പങ്കാളിത്തത്തിന്റെ കണക്കെടുക്കാനായി എത്തുന്നത്. 20 രാവിലെ 10:15 ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാരടുപ്പിൽ തീ കത്തിക്കുന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമാകുന്നത്. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദിക്കുന്നത്. അന്ന് രാത്രി തന്നെ കുത്തിയോട്ടം ചൂരൽകുത്തും നടക്കും. തുടർന്ന് ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് കഴിഞ്ഞ് 21 തീയതി കുരുതി തർപ്പണത്തോടെ ഉത്സവത്തിന് സമാപനമാകും. തിരുവനന്തപുരം നഗരവും പൊങ്കാലയെ വരവേൽക്കാനായി ഒരുങ്ങുകയാണ്. നഗരത്തിന്റെ ഇരുവീഥികളും പൊങ്കാലയ്ക്കായുള്ള ചട്ടികളും കലങ്ങളും ഇതിനോടകം തന്നെ കൈയടക്കി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൊഴിലാളി വിയർപ്പിൽ 8 നിർധന കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഇടമൊരുങ്ങുന്നു. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയുമായി സഹകരിച്ച് കേരള NGO യൂണിയനാണ് പ്രവർത്തകരിൽ നിന്നും സമാഹരിച്ച 1 കോടി രൂപ മുടക്കി രാജ്യത്തെ തൊഴിലാളി സംഘടനകൾക്ക് മാതൃകയായി ഭവനരഹിതർക്ക് ഫ്ളാറ്റ് സമുച്ചയം ഒരുക്കുന്നത്. രാജ്യത്തെ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾക്ക് ആകമാനം മാതൃകയായ ചുവടുവയ്പ്പിനാണ് കേരള NGO യൂണിയൻ തയ്യാറെടുത്തിരിക്കുന്നത്. സർക്കാരിന്റെ 4 ബൃഹത് പദ്ധതികളിലൊന്നായ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 കുടുംബങ്ങൾക്കാണ് തലചായ്ക്കാൻ ഇടം യൂണിയൻ ഒരുക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം യൂണിയൻ അംഗങ്ങളിൽ നിന്നും സമ്മേളന ചെലവുകൾ ചുരുക്കിയും സമാഹരിച്ച 1 കോടി രൂപ മുടക്കിയാണ് 8 കുടുംബങ്ങൾക്കുള്ള ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത്. പദ്ധതി സംബന്ധിച്ച വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അനുകൂല നിലപാട് സ്വീകരിച്ചാണ് 30 സെന്റ് ഭൂമി വിട്ടു നൽകിയത്. പദ്ധതിയുടെ ശിലാസ്ഥാപനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ജനങ്ങളുടെ മുമ്പിൽ ഇതൊരു ജീവിക്കുന്ന അവരുടെ അനുഭവത്തിന്റെ ഭാഗമായി ഒരു പദ്ധതിയായി
ഈ ലൈഫ് പദ്ധതി മാറുകയാണ്. അതിൽ NGO യൂണിയൻ പങ്കാളിത്തം വഹിക്കാൻ തയ്യാറാവുകയും കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഓഫീസുകളിൽ തടഞ്ഞുകൂടിയിരിക്കുന്ന ഗുമസ്തന്മാരാണെന്നും അവർ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരാണെന്നും നടന്ന പ്രചാരവേലകൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് ഈ സമൂഹത്തിന്റെ ഭാഗമാണ് സർക്കാർ ജീവനക്കാർ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള NGO യൂണിയൻ എന്ന് തെളിയിച്ചു കൊടുക്കാൻ കേരള NGO യൂണിയന് സാധിച്ചിട്ടുണ്ട്. ഭവനരഹിതരായ കുടുംബങ്ങളില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള സർക്കാർ നടപടികൾക്ക് ചെറു കൈത്താങ്ങ് കൂടിയാണ് NGO യൂണിയന്റെ മാതൃകാപരമായ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജന്മനാ കേൾവിശക്തിയില്ലാത്ത കുട്ടികൾക്ക് സഹായവുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. ശസ്ത്രക്രിയ കഴിഞ്ഞ കുട്ടികളുടെ സ്പീച്ച് പ്രോസസർ പരിപാലനത്തിനായി ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റിൽ 10 ലക്ഷം രൂപ മാറ്റിവെച്ചു. കോക്ലിയർ ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞ കുട്ടികളുടെ കുടുംബത്തിന് ഏറെ നാളുകളായുള്ള പ്രശ്നത്തിനാണ് പരിഹാരമായത്. ട്രെയിൻ യാത്രയ്ക്കിടെ ശ്രവണ സഹായി കള്ളൻ കൊണ്ടുപോയതിനാൽ കഷ്ടത്തിലായ 2 വയസ്സുകാരി നിയമോളുടെയും കുടുംബത്തിന്റെയും വാർത്ത ഏവരെയും നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. ജന്മനാ കേൾവിശക്തിയില്ലാത്ത കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യമായി സർക്കാർ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നൽകി വരുന്നു. എന്നാൽ ശ്രവണ സഹായിക്ക് പിന്നീട് കേടുപാടുകൾ സംഭവിച്ചാലോ നഷ്ടപ്പെട്ടാലോ മാറ്റി നൽകാൻ നിലവിൽ പദ്ധതിയില്ല. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സ്പീച്ച് പ്രോസസർ മാറ്റിവാങ്ങാൻ കഴിയാതെ കേൾവിശക്തി നഷ്ടപ്പെട്ട ചില കുട്ടികളുമുണ്ട്. കോക്ലിയർ ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞ കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയാണ് ഈ വിഷയം ചൂണ്ടിക്കാട്ടി സഹായത്തിനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചത്. ഇത് പരിഗണിച്ചാണ് 2019-2020 വർഷത്തെ ബജറ്റിൽ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ഇതിനായി മാറ്റിവെച്ചത്. ജന്മന കേൾവി നഷ്ടപ്പെട്ട കുട്ടികൾക്കുള്ള കോക്ലിയർ ഇംപ്ലാന്റ് സർജറി സർക്കാർ പൂർണ്ണമായും സൗജന്യമായി എന്ന് നൽകി വരുന്നുണ്ട്. എന്നാൽ തുടർന്നുള്ള കോക്ലിയർ ഇംപ്ലാന്റ് പ്രോസസറിന്റെ മെയിന്റനൻസ് പല കുടുംബങ്ങൾക്കും ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ജില്ലയിലെ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്തിയ മുഴുവൻ കുട്ടികളുടെയും സ്പീച്ച് പ്രോസസർ മെയിന്റനൻസിന് ആവശ്യമായ ധനസഹായം ജില്ലാ പഞ്ചായത്ത് നിർവഹിക്കും. സോളാർ ഗ്രിഡുകൾ സ്ഥാപിച്ച് ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ആദ്യ ജില്ലാ പഞ്ചായത്തായി കണ്ണൂരിനെ മാറ്റുന്നതിന് ഉൾപ്പെടെയുള്ള പദ്ധതികളും ബജറ്റിൽ ഇടം നേടി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പകർച്ചവ്യാധി രോഗങ്ങൾക്കെതിരെ ആരോഗ്യവകുപ്പ് വയനാട്ടിൽ ആരോഗ്യ ജാഗ്രത 2019 എന്ന പേരിൽ ജില്ലാതല ക്യാമ്പയിനും ആരോഗ്യ സന്ദേശയാത്രയും സംഘടിപ്പിച്ചു. മന്ത്രി KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡന്റ് ഡോക്ടർ കേഡറ്റുമാർക്കുള്ള പുസ്തക വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു. OR കേളു MLA അധ്യക്ഷത വഹിച്ചു. A ദേവകി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക, ജനപ്രതിനിധികൾ, ആശാ വർക്കർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ 10:30 മാനന്തവാടി ടൗണിൽ നിന്നും ആരംഭിച്ച സന്ദേശയാത്ര മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ മൈതാനിയിൽ അവസാനിച്ചു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബത്തിന് സ്നേഹക്കൂടൊരുക്കി സർക്കാർ ഉദ്യോഗസ്ഥർ. പാലക്കാട് എലവഞ്ചേരിയിലെ അമ്മണിയമ്മയ്ക്കും ശ്രീദേവിക്കുമാണ് NGO യൂണിയന്റെ നേതൃത്വത്തിൽ തലചായ്ക്കാൻ കൂടൊരുക്കി നൽകിയത്. പ്രളയത്തിൽ ഇക്ഷുമതിപ്പുഴ പതിവില്ലാതെ കരകവിഞ്ഞൊഴുകി. അമ്മണിയമ്മയ്ക്കും ശ്രീദേവിക്കും സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം കുത്തിയൊലിച്ച മഴവെള്ളം ചെറിയ ഓലപ്പുരയോടൊപ്പം കൊണ്ടുപോയി. ആറ് മാസങ്ങൾക്ക് ശേഷം കണ്ണീരുണങ്ങിയ മുഖത്ത് ചെറിയ പുഞ്ചിരിയുമായാണ് ഇവർ നിൽക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടിടത്ത് ഒരു കൊച്ചു വീട് അവർക്കായി ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും കൂടി സങ്കല്പിച്ച് എനിക്ക് നല്ലൊരു വീട് തന്നു. അതിലേ എനിക്ക് സുഷ്ടിയായി എൻ്റെ മക്കൾ തന്നവർ 100 വയസ്സാകുന്നവർ ആയിരിക്കണം. മക്കളും കുട്ടികളും സന്താനവും സമ്പത്തും ഉണ്ടായി അവർ നന്നായി വരണം. എനിക്കതേ വേണ്ടു. ഓലപ്പുരയായിരുന്നു, വെള്ളം വന്ന അന്ന് തന്നെ വീണു. പിന്നെ മെമ്പർ ഞങ്ങളെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ഇപ്പം ഇങ്ങനെ ഒരു വീട് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത്രമാത്രം എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ദുരിതാശ്വാസ ക്യാമ്പിൽ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്ന കുടുംബത്തിന് കൈത്താങ്ങായി NGO യൂണിയൻ എത്തുകയായിരുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദ്യം വാടക വീട്ടിലേക്ക് ഇവരെ മാറ്റി താമസിപ്പിച്ചു. പിന്നെ NGO യൂണിയൻ പ്രവർത്തകർ കൈകോർത്ത് വരുമാനത്തിൽ നിന്നൊരു വിഹിതം നൽകി വീട് നിർമ്മാണം പൂർത്തിയാക്കി. 4 ലക്ഷം രൂപ ചെലവിൽ 4 മാസം കൊണ്ടാണ് കിടപ്പുമുറിയും ഹോളും അടുക്കളയുമുള്ള മനോഹരമായ കുഞ്ഞു വീടൊരുക്കിയത്. NGO യൂണിയൻ ജീവനക്കാരുടെ സർവീസ് സംഘടന എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനക്കാരുടെ കാര്യങ്ങൾ മാത്രമല്ല,
ജീവനക്കാരുടെ സമരങ്ങളോ അവരുടെ അവകാശങ്ങളോ മാത്രമല്ല സംരക്ഷിക്കപ്പെടുന്നത്. ഒരു സാമൂഹ്യ സംഘടന നിലയ്ക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വേണ്ടി തുടക്കം കുറിക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ വീട് നിർമ്മിക്കുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ കഴിഞ്ഞത്. ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളുമെല്ലാം NGO യൂണിയന്റെ 11 ഏരിയ കമ്മിറ്റികൾ നൽകും. വ്യാഴാഴ്ച CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ വീടിന്റെ താക്കോൽ കൈമാറും. പിന്നെ ദുരിതത്തിന്റെയും നഷ്ടപ്പെടലിന്റെയും കാലം മറന്ന് പുതിയ തണലിലേക്ക് അവർ ചേക്കേറും. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. നമ്മുടെ നാടിനെ ഇരുണ്ട യുഗത്തിലേക്ക് തള്ളിയിടാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ സാമൂഹ്യ മുന്നേറ്റങ്ങൾ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവോത്ഥാന കാലത്തെ എഴുത്തുകാരിൽ നിന്നും ഊർജ്ജം സംഭരിച്ച് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നടക്കുന്ന കൃതി പുസ്തകോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നവോത്ഥാന കാലത്തെ എഴുത്തുകാർ മനുഷ്യ മനസ്സിലുള്ള ഇരുട്ടകറ്റാനാണ് ശ്രമിച്ചിരുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലുള്ള എഴുത്തുകാർ ഇന്നാണ് ജീവിച്ചിരുന്നതെങ്കിൽ അവരുടെ പല കൃതികൾക്കും നേരെ ആക്രമണമുണ്ടാകുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാടിനെ ഇരുണ്ട യുഗത്തിലേക്ക് തള്ളിയിടാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ആ പ്രതിരോധമാണ് വനിതാ മതിലിലൂടെ കണ്ടത്. ഇത്തരം സാമൂഹിക മുന്നേറ്റങ്ങൾ ഉയർന്നു വരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൃതി പുസ്തകോത്സവത്തിൽ സംഘടിപ്പിച്ച നവകേരളം, നവോത്ഥാനം, സഹകരണം എന്നീ വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഷീറിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് ഭഗവത്ഗീതയും കുറെ മുലകളും എന്നാണ്. ഇക്കാലത്താണ് അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ ഇന്നാണ് അദ്ദേഹം ജീവിച്ചതെങ്കിൽ പോലീസ് കാവൽ തന്നെ അദ്ദേഹത്തിന് ഏർപ്പെടുത്തേണ്ടി വരുമായിരുന്നു. നമ്മുടെ നാടിനെ ഇരുണ്ട യുഗത്തിലേക്ക് തള്ളിവിടാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുമ്പോൾ അതിനെതിരെ വലിയൊരു മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി അണിനിരക്കുന്ന എല്ലാവർക്കും ഊർജം പകർന്ന ഒന്നാണ് വനിതാ മതിൽ. അതിൻ്റെ കൂടെയാണ് കേരളീയ സമൂഹം. മലയാള കാർട്ടൂണിന്റെ 100ാം വാർഷികത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിക്കുന്ന നൂറ്റാണ്ടിന്റെ കാർട്ടൂൺ എന്ന പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. കാർട്ടൂണിസ്റ്റ് യേശുദാസ്, സംവിധായകൻ ജയരാജ് എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നായന സ്മൃതി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. പ്രൊഫസർ MK സാനുമാഷ് മുഖ്യമന്ത്രിയിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന പുസ്തകമേള സന്ദർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രി വേദിയിലെത്തിയത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P രാജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.